ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വെച്ച് അടിപൊളി കമ്പോസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിന് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ബോട്ടിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഈ ഭാഗവും നമ്മൾ ഓപ്പണാക്കി മുകൾ ഭാഗവും ഓപ്പണാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ചെടിയുടെ ചുവട്ടിലാണ് ഈ കുപ്പി വെച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു കുഴി എടുത്തതിന് ശേഷം ഈ ബോട്ടിൽ അതിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് മണ്ണുമായി നല്ലപോലെ ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ കുഴി എടുത്ത് അതിലോട്ട് വെച്ച് കൊടുത്തത്. ഇനി നമ്മൾ ഇതിലോട്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് ഉണങ്ങിയ കരിയിലയാണ്. ഉണങ്ങിയ കരിയില ഒരു ലെയർ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കിച്ചണിലുള്ള പച്ചക്കറിയുടെയും ഫ്രൂട്ട്സിൻ്റെയും മീനിൻ്റെയും ഒക്കെ വേസ്റ്റുകൾ ഉണ്ടാവും. നമ്മൾ വെറുതെ പറമ്പിലോട്ടൊന്നും വലിച്ചെറിയേണ്ട. ഇതുപോലുള്ളൊരു ബോട്ടിലുകൾ ഓരോ ചെടിയുടെ ചുവട്ടിലും വെച്ച് കൊടുത്ത് അന്നാന്ന് വരുന്ന പച്ചക്കറിയുടെയും ഫ്രൂട്ട്സിൻ്റെയും മീനിൻ്റെയും ഒക്കെ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലൊരു ബോട്ടിലിൽ ഇട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു പിടി മണ്ണോ അല്ലെങ്കിൽ ഒരു പിടി ചകിരിച്ചോറോ ഇട്ട് കൊടുത്താൽ മതി. പുഴുവോ മണമോ ഒന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ നമുക്കിതൊരു കമ്പോസ്റ്റായി കിട്ടുകയും ചെയ്യും. പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് വരുന്ന ജൈവ സ്ലറി ഉണ്ടാവുമല്ലോ, അത് നമ്മുടെ ഈ ചെടിക്ക് തന്നെ കിട്ടുകയും ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നു വരികയും ചെയ്യും. പിന്നെ അപ്പോൾ ഇതാ കിച്ചൺ വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മളിതിൻ്റെ മുകളിലോട്ട് ഒരു പിടി മണ്ണാണ് ഇട്ട് കൊടുക്കുന്ന, ഒരു പിടി മാത്രം മതി. അങ്ങനെ ഓരോ ദിവസത്തെയും വേസ്റ്റുകൾ അന്നാന്ന് വരുന്ന ഇതുപോലെ ഇട്ട് കൊടുത്ത് ഈ ബോട്ടിൽ നിറയുന്നത് വരെ ഇട്ട് കൊടുക്കാം. ഇത് 2 ദിവസം കൊണ്ട് തന്നെ താഴ്ന്നു പോവും. അങ്ങനെ ഓരോ ദിവസത്തെയും ഇട്ട് കൊടുത്ത് ഈ ബോട്ടിൽ നിറയുന്നത് വരെ ഇട്ട് കൊടുത്താൽ അത് നല്ലൊരു കമ്പോസ്റ്റായി കിട്ടുകയും ചെയ്യും. നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ തന്നെ വളർന്നു വരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ അവിടെ എല്ലാ ചെടികൾക്കും വെച്ച് കൊടുക്കാറുണ്ട്. നല്ല റിസൾട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ വെച്ച് കൊടുത്തതാണ് കേട്ടത്. മുളകിന് വെച്ച് കൊടുത്ത ബോട്ടിലായിരുന്നു ഇത്. നല്ല രീതിയിൽ തന്നെ ഇത് കമ്പോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല പൊടി പോലുള്ള കമ്പോസ്റ്റ് നമുക്കായി കിട്ടും. ഇത് നമ്മുടെ ചെടികൾക്ക് തന്നെ നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പച്ചക്കറി വേസ്റ്റ് ഒന്നും വെറുതെ പറമ്പിലോട്ടൊന്നും വലിച്ചെറിയേണ്ട. ഇതുപോലെ ബോട്ടിലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇട്ട് വെച്ച് മണ്ണിട്ട് കൊടുത്താൽ മതി. മുട്ടയുടെ തോടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ പൊടിച്ചിട്ട് കൊടുത്താൽ നമുക്കതിങ്ങനെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, കരിയിലയും പച്ചക്കറിയൊക്കെ നല്ല പൊടി പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക.